നാരായണീയം ദശകം 5 വിരാൾ പുരുഷോൽപത്തി. വ്യക്താവ്യക്തമിദം ന കിഞ്ചിദഭവത് പ്രാക്പ്രാകൃതപ്രക്ഷയേ മായായാം ഗുണസാമ്യരുദ്ധ വികൃതോ ത്വയ്യാഗതായാം ലയം. നോ മൃത്യും ച തദാമൃതം ച സമഭൂത് നാഗ്നോ ന രാത്രേ സ്ഥിതിഃ തത്രൈഹസ്ത്വമശിഷ്യത കില പരാനന്ദ പ്രകാശാത്മനാ. ശ്ലോകം 1 അർത്ഥം. ശുദ്ധവും മുക്തവുമായ ഭഗവത് സ്വരൂപത്തെ എങ്ങനെ ഉപാസിക്കണമെന്നാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പ്രളയത്തെക്കുറിച്ചാണ്, ബ്രഹ്മപ്രളയത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെ പ്രാകൃത പ്രളയം. അത് സംഭവിക്കുന്നത് 240 കൽപ്പം കഴിയുമ്പോഴാണ്. ഒരു കൽപ്പം എന്ന് പറയുന്നത് 14 മന്വന്തരങ്ങൾ ചേർന്നതാണ്. ഒരു മന്വന്തരത്തിൽ 71 മഹായുഗങ്ങളുണ്ട്. അങ്ങനെ ഒരു മഹായുഗം എന്ന് പറയുന്നത് 43,20,000 വർഷമാണ്. അതിൽ കലിയുഗം 10 വർഷവും, ദ്വാപരയുഗം 2 വർഷവും, ത്രേതായുഗം 3 വർഷവും, കൃതയുഗം 4 വർഷവുമാണുള്ളത്. ഒരു ബ്രഹ്മാവിന്റെ ആയുസ് തീരുമ്പോഴാണ് പ്രാകൃത പ്രളയം ഉണ്ടാകുന്നത്. നമ്മളിവിടെ പ്രളയത്തെക്കുറിച്ചാണ് ഇപ്പം പറയുന്നത്. പ്രളയകാലത്ത് ഗുണസാമ്യാവസ്ഥ നിമിത്തം തടസ്സപ്പെട്ട വികാരത്തോടു കൂടിയ മായ ഭഗവാനിൽ ലയം പ്രാപിച്ചിരുന്നപ്പോൾ സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രപഞ്ചം ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അന്ന് മരണമോ മോക്ഷമോ ഉണ്ടായിരുന്നില്ല. പകലിന്റെയോ രാത്രിയുടെയോ അവസ്ഥയില്ല. അന്ന് ഭഗവാൻ പരമാനന്ദ സ്വരൂപനായും പ്രകാശ സ്വരൂപനായും ഒറ്റയ്ക്ക് ശേഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ദശകം 5:2 കാലകർമ്മ ഗുണാച്ഛ ജീവനിവഹ വിശ്വം ച കാര്യം വിഭോ ചില്ലീലാരതിമേയുഷി ത്വയി തഥാ നിർലീനതാമായയോ തേഷാം നൈവ വദന്ത്യ സത്വമയി ഭോ ശക്ത്യാത്മനാ തിഷ്ഠതാം നോ ചേത് കിം ഗഗന പ്രസൂന സദൃശാം ഭൂയോ ഭവേത് സംഭവ. ശ്ലോകം 2 അർത്ഥം നോക്കാം. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, ആ പ്രളയകാലത്തിന്റെ കാലവും സുഹൃതമോ ദുഷ്കൃതമോ ആയ കർമ്മവും സത്വരജ തമോ ഗുണങ്ങളും ജീവസമൂഹവും കാര്യരൂപമായ പ്രപഞ്ചവും ചില്ലീല തത്പരനായ ഭഗവാനിൽ പൂർണ്ണമായി ലയിച്ചു കിടക്കുകയായിരുന്നു. അല്ലയോ അങ്ങനെയുള്ള ഭഗവാനെ, അവിടുത്തെ ശക്തികളായി സ്ഥിതി ചെയ്തിരുന്ന അവയ്ക്ക് തീരെ ഇല്ലായ്മയെ പറയുന്നില്ല. അങ്ങനെ അല്ലായിരുന്നു എങ്കിൽ ആകാശ കുസുമതുല്യങ്ങളായ അവയ്ക്ക് വീണ്ടും ഉൽപ്പത്തി ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. ശ്ലോകം 3 ഏവം ചദ്ദിപരാർദ്ധകാല വിഗതാ വീക്ഷാംസി സൃക്ഷാത്മികാം വിപ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാധാ ഖലു കാലശക്തിരഖില ദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദതു തസ്യാ സഹായ ക്രിയാ. ശ്ലോകം 3 അർത്ഥം നോക്കാം. ഇപ്രകാരം ഇരിക്കെ 2 പരാർദ്ധ വർഷം കഴിഞ്ഞ് ഭഗവാൻ സൃഷ്ടിക്കുള്ള ഇച്ഛയാവുന്ന ഈ ക്ഷണമെന്ന ക്രിയയെ കൈക്കൊണ്ടപ്പോൾ മായ സ്വയം ഭുവനത്രയം ആയി തീരാൻ വേണ്ടി ക്ഷോഭിച്ചു. ആ മായയിൽ നിന്ന് തന്നെ കാലമെന്ന ഭഗവത് ശക്തിയും സുഹൃത ദുഷ്കൃത രൂപവുമായ കർമ്മങ്ങളും
സ്വഭാവവും പുറത്തു വന്ന് സത്വരജ തമോ ഗുണങ്ങളെ വികസിപ്പിച്ച് ആ മായയ്ക്കൊരു സഹായമായ പ്രവൃത്തി ചെയ്തു. ദശകം 5:4 മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്ത്വാം പ്രതിബിംബദോ വിവിശിവാൻ ജീവോപി നൈവാപര കാലാദി പ്രതിബോധിതാദ ഭവദാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ. ശ്ലോകം 4 അർത്ഥം നോക്കാം. മായയോട് അടുത്തു നിൽക്കുന്നവൻ എന്നാൽ മായയിൽ പ്രവേശിക്കാത്ത സ്വരൂപത്തോട് കൂടിയവനുമായ ഭഗവാൻ സാക്ഷി എന്നാണ് പ്രകീർത്തിച്ചിട്ടുള്ളത്. അനേക ഭേദങ്ങളോട് കൂടിയ ആ മായയിൽ പ്രതിബിംബമായി പ്രവേശിച്ചിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ജീവാത്മാവും. ആ മായ തന്നെ കാലം, കർമ്മം, സ്വഭാവം എന്നിവയിൽ ഉയർത്തിപ്പെട്ടതും ഭഗവാനിൽ നന്നായി പ്രേരിതനായിട്ട് സ്വയം ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ഈ ബുദ്ധിതത്വത്തെ മഹത്തത്വം എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്ലോകം 5 തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധവിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖല്വസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതി ബഹുലം വിഷ്ണു ഭവത്പ്രേരണാത്. ശ്ലോകം 5 അർത്ഥമൊന്ന് നോക്കാം. അവിടുത്തെ ആശ്രയിച്ച് എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഈ ഭക്തന്മാർ ധ്യാനയോഗത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായി വളരെ വ്യക്തങ്ങളായ അവയവങ്ങളോടുകൂടിയ ഭഗവാന്റെ കോമള വിഗ്രഹം വളരെ കാലത്തെ ധ്യാന പരിശീലന നിമിത്തം ക്ലേശമൊന്നും കൂടാതെ തന്നെ മനസ്സിൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നു. അങ്ങനെ കഴിയണമെന്നുള്ള പ്രാർത്ഥനയും ആഗ്രഹവുമാണ് ഉള്ളത്. ഹരി ഓം.